ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു ചെറിയ മെത്തഡ്. അതിപ്പോ പരീക്ഷണാടിസ്ഥാനത്തില് മിസ് ദീപികയും അതുപോലെ വേറെയും കുറച്ച് പേര് സോഷ്യോളജിയുടെ അതുപോലെ സൈക്കോളജിയുടെ, ഇംഗ്ലീഷിന്റെ, കൊമേഴ്സിന്റെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിലുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം അതിൽ പ്രതീക്ഷിക്കും. സാർ അതിപ്പോ ആ ഒരു ഗ്രൂപ്പിലോട്ട് എങ്ങനെ ജോയിൻ ചെയ്യാം? ഞാൻ BA ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഐ മീൻ ഇംഗ്ലീഷിൽ നിങ്ങൾ അടക്കമുള്ളവർ വന്നിട്ട് ഇപ്പൊ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ പബ്ലിക് ആയിട്ട് നോട്ട്സിലാണ് നമ്മൾ ഇപ്പൊ ഇടുന്നത്. ശരി ശരി. ഗ്രൂപ്പിലേക്ക്, ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലേക്ക് പോയിട്ടില്ല. ഇൻഡിവിജ്വൽ ഗ്രൂപ്പിൽ പോയാൽ അവിടെ എല്ലാവരുടെയും ഒരു മേൽനോട്ടം ഇല്ലാത്തത് കൊണ്ട് പല അർത്ഥത്തിൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോകാനും പല പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഉള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നത്. അത് കുറച്ചും കൂടി വിപുലമാകുമ്പോൾ നമുക്കത് ബൈഫർക്കേറ്റ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിനെ പറ്റിയുള്ള ഒബ്സർവറുടെ വർത്തമാനം നമുക്ക് കേൾക്കാം. ജയശ്രീ മിസ് ഒരു 2 വാക്ക് പറഞ്ഞിട്ട്. Okay, thank you, sir. The meeting was very successful. First of all, I want to say that meeting was very successful. And then എനിക്ക് ഒന്ന് ഒബ്സർവ് ചെയ്തു എന്ന് പറയാൻ one Miss Jolly. She tried many times to contact you, but she couldn't. ഒരു ജോളി ഒത്തിരി തവണ കോണ്ടാക്ട് ചെയ്യുന്നത് കണ്ടു, പക്ഷെ സാറിന് അവർക്ക് കിട്ടിയില്ല ഒത്തിരി പ്രാവശ്യം. അപ്പൊ അത് മാത്രമേ എനിക്ക് അവർ മാത്രമേ ഒന്ന് ഡിസപ്പോയിന്റഡ് ആവാൻ സാധ്യതയുള്ളൂ ഇന്നത്തെ മീറ്റിംഗിൽ. എന്തായിരുന്നു അവരുടെ ചോദ്യത്തിൽ? എല്ലാവരുടെയും ഡൗട്ട് അല്ല സാർ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവരെ 3-4 ടൈംസ് അറ്റംപ്റ്റ് നമുക്ക് കാണാം, ബട്ട് സാറിന് അത് കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല, അവർക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ഈ ഇന്റർഫിയറൻസ് വരുന്നത് ഒരു പ്രശ്നമുണ്ട്. ഒരാൾ ലൈനിലാണെന്ന് കണ്ടാൽ മറ്റുള്ളവരൊന്ന് വെയിറ്റ് ചെയ്ത് അറ്റൻഡ് അവരും അറിയുന്നുണ്ടാവില്ല. അറ്റ് എ ടൈം ആൾക്കാർ എൻഗേജ് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പമായിരിക്കാം. ഏതായാലും ജോളിക്ക് സാധിച്ചതേ ഇല്ല. അപ്പൊ അവരുടെ ഡൗട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റ എന്നിൽ നിക്ഷിപ്തമാണല്ലോ. ഞാൻ അവരെ ഇപ്പൊ തന്നെ വിളിക്കും. ഈ മീറ്റിംഗ് 3-4 ടൈംസ് അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ അവർക്ക് മാത്രമേ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നു കാണുള്ളൂ. ബാക്കി എല്ലാ തരത്തിലും ഇറ്റ് വാസ് എ വെരി ബിഗ് സക്സസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്. ദെൻ നമ്മുടെ ഇവാലുവേറ്റർ ഒബ്സർവർ ദീപിക മിസ്, ഐ കോഡ്ലി ഇൻവൈറ്റിംഗ്. അതിന്റെ ഇടയ്ക്ക് ജയശ്രീ മിസ്സിന് ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ലാസ്റ്റ് എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കണം. ഒന്ന് അതിന് താങ്കളെ ചുമതലപ്പെടുത്തുകയാണ്. ദെൻ മിസ് ദീപിക. പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ഒന്നും തരാനുള്ള വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊക്കെ മീറ്റിന്ന് പുറത്തു പോകേണ്ടി വന്നു, നെറ്റ് ഇഷ്യൂ കാരണം. അപ്പൊ അധികം ഒരുപാട് ഫുൾ ഡിസ്കഷൻ ഞാൻ കേട്ടിട്ടില്ല. എന്നാലും കേട്ടെടുത്തോളം എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇത് ഒരു 4 years കംപ്ലീറ്റ് ആയത് ഒരു കുട്ടിയുടെ, അതേപോലെ പ്രൊജക്ട് എഴുതാത്ത ഒരു കുട്ടിയുടെയൊക്കെ ഇഷ്യൂ ഡിസ്കസ് ചെയ്തത് കണ്ടു. അപ്പൊ അതൊക്കെ ഇതുവരെ ഞാൻ സെക്കൻഡ് ഇയർ ആണ്, നമ്മുടെ വീട്ടിലൊന്നും ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ഒരു പ്രോബ്ലം. ഈവൻ എനിക്കും അതൊരു പുതിയ ഇഷ്യൂ ആയിരുന്നത്. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതിൽ എനിക്ക് ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ചോദിക്കണോ അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാം, ആരെങ്കിലും ചോദിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോ അത് ആദ്യമായിട്ട് കുറെ പേര് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ആയിരിക്കും. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചോദിക്കാൻ കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വേറെ എവിടെയും നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് റിപ്ലൈ ഒന്നും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ല. നമ്മള് റീജിയണൽ സെന്ററിനെ, സ്റ്റഡി സെന്ററിനെ കോണ്ടാക്ട് ചെയ്താൽ പോലും എല്ലാവരും പറയുന്നത് അവിടെ അവൈലബിൾ അല്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ചിലപ്പം 2-3 പേര് സംസാരിക്കുന്നത് കൊണ്ട് നമുക്ക് ആൻസേഴ്സ് ഡിലേ ആയിന്ന് വരും, നമുക്ക് റെസ്പോൺസ്. പക്ഷെ എന്നാലും നമുക്കുള്ള റെസ്പോൺസ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ സാറ് ടൈംലി ആയിട്ട് നമുക്ക് എത്തിച്ചു തരുന്നതാണ്. അതേപോലെ സിനാൻ എന്ന് പറഞ്ഞ പേരുള്ള അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. പിന്നെ അതേപോലെ എല്ലാവരും ഇത് ഒരുപാട് നേരം എടുത്ത ഒരു മീറ്റ് ആണ്.
അപ്പം ഇത് തുടങ്ങിയ സമയത്ത് ഒരു 60 above ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞൊരു 25+ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഓരോ കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ആയി പോകുന്നതാണ്. എല്ലാവർക്കും ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നതും. പിന്നെ ഒരു സജഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, എല്ലാരും ചോദിക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ എങ്ങനെ ചേരും, സെപ്പറേറ്റ് ഗ്രൂപ്പിൽ എങ്ങനെ ചേരും എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ഇപ്പം ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു, ഏതൊരു സാർ അജി സാറാണെന്ന് തോന്നുന്നു. അപ്പം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷിലുള്ളവര് അവർക്ക് തോന്നും ഓക്കെ എനിക്കും ചെയ്യാം എന്നുള്ള ഒരു മോട്ടിവേഷൻ വരും. അപ്പൊ അവരും നെക്സ്റ്റ് ഒരു വീഡിയോ ട്രൈ ചെയ്യും. അങ്ങനെ വേറെ ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഓൾറെഡി നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്യല്ല, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഗ്രൂപ്പ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ ഓരോ കോഴ്സിലെ ആൾക്കാരും അതാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. കഴിഞ്ഞ ഇന്നത്തെ മീറ്റിംഗില് മിസ് ദീപിക ഒരു 50% ഇപ്പൊ ഉള്ള ഈ 26 പേരിൽ ഒരു 50%, ഒരു 15 പേരെങ്കിലും ആദ്യമായിട്ട് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ മീറ്റിംഗിലെ താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഇവർക്കൊന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിന്റെ അകത്ത് നല്ല ടീച്ചേഴ്സ് ഇഷ്ടംപോലെ സമയം കിട്ടുന്ന, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, നമ്മുടെ ജയശ്രീ മിസ് ഒക്കെ ഫ്രീ ആണ്. അവർ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു, പക്ഷെ നല്ല കണ്ടന്റ് ഉണ്ട്, റിസോഴ്സ് ആണ്. അവരെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഈ വീഡിയോ എടുത്തിട്ടുള്ള പഠന രീതി അത് പിന്നീട് താങ്കൾക്ക് പരീക്ഷയ്ക്ക് എത്രത്തോളം ഗുണം ചെയ്തു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ 2 മിനിറ്റ് പ്ലീസ്. ഓക്കെ, ഞാൻ MA സൈക്കോളജിയാണ്. അതിൽ ഫസ്റ്റ് പേപ്പർ തന്നെയാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. അപ്പം കുറെ കാലത്തിന് ശേഷം പഠിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഓർത്തു വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ കുറെ ബുക്ക് വായിച്ചു നോക്കും, പിന്നെ ഒരുപാട് നെറ്റിൽ സൈറ്റുകൾ ഉണ്ടല്ലോ, വെറൈറ്റി സൈറ്റുകളുണ്ട്, അതിലൊക്കെ റെഫർ ചെയ്ത് ഞാൻ നോട്ട്സ് എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അത് സക്സസ്ഫുൾ ആയി, ഏറെക്കുറെ സക്സസ് ആയി എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ചെയ്തത്. അതും ഓക്കെ, നല്ല കമന്റ്സും വ്യൂസും ഒക്കെ കിട്ടിയപ്പോ ഒന്നും കൂടെ നമുക്ക് ഇനിയും ബെറ്റർ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഒരുപാട്, സാറ് പറയുന്ന അത്ര 50+ ആണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ എനിക്ക് എങ്ങനെ യൂസ്ഫുൾ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എക്സാമിന് അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. 1 day ഗ്യാപ്പ്, 1 day എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കായിരുന്നു എക്സാം, നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് അടുത്ത എക്സാം, അങ്ങനെയായിരുന്നു. ചില എക്സാംസിന് 1 day ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് എല്ലാം ആ ഒരു ദിവസം ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒരു ഹാഫ് ഡേ വെച്ചിട്ട് ഇത് എങ്ങനെ നമ്മൾ കവർ ചെയ്യും? ഒരു സബ്ജക്റ്റില് 4 ബ്ലോക്ക് ഉണ്ട്, 4 ബ്ലോക്കിലും 4 യൂണിറ്റ്സ്, ഒരു ബ്ലോക്കില് 4 യൂണിറ്റ്സ് ഉണ്ട്. അങ്ങനെ 4x4 അത്രയും യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്യണം. അത് പോസിബിൾ അല്ല ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നവർക്ക്, അത് മെമ്മറിയിൽ നിൽക്കൂല ലാസ്റ്റ് മിനിറ്റ്. അങ്ങനെ സൈക്കോളജിന്റെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഉള്ള, അപ്പൊ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ എനിക്ക് ഈ വീഡിയോ ചെയ്തുകൊണ്ട് എന്തായി, ഒരുപാട് കാര്യങ്ങള് ഓൾറെഡി ഞാൻ പഠിച്ച് വീഡിയോ ആക്കിയത് കൊണ്ട് തന്നെ എന്റെ മൈൻഡിൽ എവിടേക്കോ കിടക്കുന്നുണ്ട്, എന്റെ ലോങ് ടൈം മെമ്മറിയിൽ അത് സേവ്ഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു ബ്രഷപ്പ്, ഒരു റിഫ്രഷ്മെന്റിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എക്സാമിന്റെ സമയത്ത്. അത് എത്രത്തോളം എഴുതി ഫലിപ്പിക്കാൻ പറ്റി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എന്നാലും ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ചെയ്തത് കൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ പിന്നാലെ പോകുന്നവർക്ക് വലിയൊരു അടിയായിരുന്നു ഞങ്ങളുടെ എക്സാം. സോഷ്യൽ സൈക്കോളജി, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാം, എന്നാൽ പാസ് മാർക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അധിക പേരും പോകുന്നത് എല്ലാ സബ്ജക്റ്റിലും. പക്ഷെ ഞങ്ങൾക്ക് ഈ 2 പേപ്പറിൽ, മറ്റുള്ള പേപ്പേഴ്സ് ഒക്കെ ഒരു വിധം ഒക്കെ ആയിരുന്നു, പാസ് മാർക്ക് മേ ബി ഒപ്പിച്ചെടുക്കാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ. പക്ഷെ അതും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മൾ വിട്ടിട്ടുണ്ടാവും, അത് വേണ്ട ഇത് പഠിക്കാന്ന് വെച്ചു, അതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെയും പോകും നമ്മുടെ മാർക്ക്. നമ്മൾ പഠിക്കുന്നതോ ഉള്ളത് 100%, പഠിക്കുന്നത് 50%, എഴുതുന്നത് വെറും 20% ആയി പോകും. അങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി പോകുമ്പോൾ. അപ്പൊ ഒരിക്കലും അങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനും പോകരുത് എന്നാണ് എന്റെ ഒരു സജഷൻ. അപ്പം എല്ലാ പോർഷൻസും ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ നോക്കും. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ എല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു നമ്മൾ പഠിക്കുന്ന കോഴ്സിന് ഒരു
വാല്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ പഠിക്കുന്നത്, നോളജ് ഗെയിനിങ്ങിനല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒന്നും വായിക്കാതെ പോയി എക്സാം എഴുതാന്ന് പറഞ്ഞ ഒരു ഡിഗ്രി കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കും അതിന്റെ ലക്ഷ്യം. അപ്പൊ ഇതാണ് എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇത് നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള ഒരു 3 പേർക്ക് അങ്ങേയറ്റം ഇൻസ്പയർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല, അത്രയും റിസോഴ്സ് ആണ് അവര്. പക്ഷെ ഈ ആദ്യം പറഞ്ഞ കുറച്ച് സംഗതികൾ അവരിൽ ഉണ്ട്, അതൊക്കെ അവർ തട്ടി മാറ്റും. അവർ നമ്മെ പോലെ തന്നെ മറ്റു കുറെ ദീപികമാരായി അവർ വരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അല്ലേ മിസ് രാജേശ്വരി? ഞാൻ ഓൾറെഡി ഐ വാസ് തിങ്കിങ് ഞാൻ ഇനി അത് വായിച്ചിട്ടൊന്ന് ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കണം. ഷുവർ അതൊരു എൻറിച്ച്മെന്റ് ആണ്. നമുക്ക് 40 മിനിറ്റിൽ ചെയ്യാനുള്ളത് 35 മിനിറ്റിൽ ചെയ്ത് തീർത്ത് ബാക്കിയുള്ള 5 മിനിറ്റിൽ നമുക്ക് ചെയ്യാനുള്ള അഡീഷണൽ എനർജിയാണ് അത്. വളരെ ഭംഗിയായി ഇന്നത്തെ യോഗം അവസാനിച്ചു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ അഭിനന്ദനങ്ങളാണ് എപ്പോഴും അറിയിക്കുന്നത്. ഒഫീഷ്യലി നന്ദി അറിയിക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ ജയശ്രീ മിസ്സിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, sir. Okay. First of all, I should thank you, sir, for the brilliant presentation. Then, ബാക്കിയുള്ള ഓരോരുത്തരെയായിട്ട് പറയാനായിട്ട് I am also a newcomer to this group. അത് കാരണം എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവരും ആരെയൊന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രാജേശ്വരി മാഡത്തിനെ മാത്രമേ ഞാൻ നേരിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ, വേറെ ആരുമായിട്ട്. അത് എന്നാലും ഇന്നത്തെ ക്ലാസ് അത് ഇത്രയും 3 hours definitely that is an honor. That's an honor, sir. 3 hours, sir. ഇത്രയും നേരം 15 പേരെങ്കിലും ലാസ്റ്റ്. ഞങ്ങൾ ഒത്തിരി ഒഫീഷ്യൽ മീറ്റിംഗിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാം മീറ്റിംഗ് എവിടെ നടക്കും, നമ്മൾ നമ്മുടെ ജോലി ചെയ്യും എന്നുള്ളതായിരുന്നു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ കറക്ഷൻ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വന്നതാണ്. ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ICDS പ്രോജക്റ്റിൽ നിന്ന്. ICDS പ്രോജക്റ്റിൽ ICDSന്റെ ഓഫീസറായിട്ടാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഈ ഡിപ്പാർട്ട്മെന്റ് ഇതാകുമ്പോൾ പ്രോജക്റ്റുകളാകുമ്പോൾ ഉള്ള കാര്യം സാറിന് അറിയാലേ, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ട്രെയിനിങ്ങുകളും ഇതുപോലെ മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുക്കാനുണ്ട്. അപ്പോഴൊക്കെ ആരും ഈവൻ ഞങ്ങൾ എല്ലാവരും അടക്കം നമ്മൾ അതേ ഇതിൽ പറയണ ഈ 3 hours ഒന്നും ഇങ്ങനെ ഇരുന്ന ഒരു ഹിസ്റ്ററി ഇല്ല. 3 hours ഇത് ഫ്രം ദ വെരി ബിഗിനിങ് 7 to 10 മുഴുവനായിട്ട് ശ്രദ്ധിച്ച് ഈ മേ ബി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാവാം ഈ ബുക്കിൽ. കാരണം ഒരുപാട് സംശയങ്ങളുണ്ടല്ലോ ക്ലിയർ ചെയ്യാൻ. അതുകൊണ്ടായ എന്നാലും എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു ധാരാളം. അപ്പോൾ പങ്കെടുത്ത് ഇത്രയും വളരെ സമാധാനത്തോടെ എല്ലാം പറഞ്ഞു തരികയും അതുപോലെ തന്നെ അവരവരുടെ കുറേ ആൻസൈറ്റീസ് എല്ലാവരും ഷെയർ ചെയ്തു. അവർക്കൊക്കെ സമാധാനം. എല്ലാവർക്കും പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഒരു ഫോർമൽ ആയിട്ടുള്ള നന്ദി അറിയിക്കണം. ഇൻഫോർമലായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുള്ളവർ തന്നെ. പക്ഷെ ആ ചടങ്ങിന്റെ ഒരു ഫോർമാലിറ്റി എന്നുള്ള ഇതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ സർ, താങ്ക് യു. യോഗം നമുക്ക് സ്നേഹപുരസരം അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ ശുഭരാത്രി ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. എങ്ങനെയാ മോനെ വിടുക? ഞാൻ എങ്ങനെയാ വിടുന്ന ലീവ് മീറ്റിംഗ് ഇവിടെ